നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 2-ാം സ്കന്ധം 8-ാമത്തെ അധ്യായം. പരീക്ഷിത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അത അഷ്ടമോധ്യായഃ. രാജോവാച ബ്രഹ്മണാ ചോദിതോ ബ്രഹ്മൻ ഗുണാഖ്യാനേ ഗുണസ്യ ച യസ്മൈ യസ്മൈ യഥാ പ്രാഹ നാരദോ ദേവദർശന. പരീക്ഷിത രാജാവ് ചോദിച്ചു, ഹേ ബ്രഹ്മൻ, ഭഗവാന്റെ ദർശനത്തോടു കൂടിയ നാരദർ ഗുണാതീതനായ ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കുവാൻ ബ്രഹ്മാവിനാൽ പ്രേരിതനായിട്ട് ആരോടെല്ലാം ഏതേത് വിധത്തിൽ പറഞ്ഞു? ഏതദ്വേദിതുമിച്ഛാമി തത്വം വേദവിദാംബര ഹരേരത്ഭുത വീര്യസ്യ കഥാലോക സുമംഗള. തത്വജ്ഞാനികളിൽ ഉത്തമ, ഈ തത്വത്തെ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിശയകരമായ വീര്യത്തോടു കൂടിയ ശ്രീഹരിയുടെ കഥകൾ ലോകത്തിൽ മംഗളം വർദ്ധിപ്പിക്കുന്നതാണല്ലോ. കഥയസ്വ മഹാഭാഗ യഥാഹം അഖിലാത്മനി കൃഷ്ണേ നിവേശ നിസ്സംഗം മനസ്തേക്ഷേ കളേബരം. മഹാഭാഗ, മറ്റൊന്നിലും തങ്കം കൂടാതെ സർവഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണനിൽ മാത്രം മനസ്സിനെ ഉറപ്പിച്ച് ദേഹത്തെ ത്യജിക്കുവാൻ സാധിക്കത്തക്ക വിധത്തിൽ അങ്ങ് ഭഗവത് കഥകൾ വർണ്ണിച്ചു തരണം. ശൃണ്വതാ ശ്രദ്ധയാ നിത്യം ഗൃണതശ്ച സ്വചേഷ്ടിതം കാലേന നാതിദീർഘേണ ഭഗവാൻ വിശദേ ഹൃദി. തൻ്റെ ചേഷ്ടിതങ്ങളെ സദാ കേൾക്കുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാൻ കൃഷ്ണൻ പ്രവേശിക്കുന്നു. പ്രവിഷ്ടകർണരന്ധ്രേണ സ്വാനാംബാവസരോരുഹം ധ്വനോദി ശമലം കൃഷ്ണ സലിലസ്യ യഥാ ശരത്. സ്വന്തം ഭക്തന്മാരുടെ കർണങ്ങളിൽ കൂടി ഹൃദയകമലത്തിൽ പ്രവേശിച്ചിട്ട് അവരുടെ പാപങ്ങളെ മഴക്കാലം ചെളിയെ കളയുന്നതുപോലെ നശിപ്പിക്കുന്നു. ദൗതാത്മാ പുരുഷ കൃഷ്ണവാദമൂലം ന മുഞ്ചതി മുക്ത സർവപരിക്ലേശ പാന്തസ്വശരണം യഥാ. പരിശുദ്ധമായ മനസ്സോടെയും സർവ്വദുഃഖങ്ങളിൽ നിന്നും മോചിതനായുമിരിക്കുന്ന പുരുഷൻ, സഞ്ചാരം കൊണ്ട് ക്ലേശിച്ചു വരുന്ന വഴിപോക്കൻ, തൻ്റെ ഗ്രഹത്തെ എന്ന പോലെ ശ്രീകൃഷ്ണന്റെ പാദമൂലത്തെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. യഥാതുമതോ ബ്രഹ്മൻ ദേഹാരംഭോസ്യധാതുബി യദൃച്ഛയാ ഹേതുനാവാ ഭവന്തോ ജാനതേയത. ബ്രഹ്മർഷേ, ഈ ആത്മാവിന് പഞ്ചഭൂതങ്ങളുടെ ബന്ധമില്ലാതിരുന്നിട്ടും ഭൂതങ്ങളെ കൊണ്ട് ദേഹം സംഭവിച്ചത് എങ്ങനെ? അത് യാദൃച്ഛികമായി സംഭവിച്ചതാണോ, അതോ ഏതെങ്കിലും കാരണം കൊണ്ട് സംഭവിച്ചതാണോ? ഇതിൻ്റെ യാഥാർത്ഥ്യം ഭവാന്മാർ അറിയുന്നുവല്ലോ. ആസീദ് യതുദരാത് പത്മം ലോകസംസ്ഥാനലക്ഷണം യാവാനയം വൈ പുരുഷ യത്താവയവൈ പൃഥക് താവാനസാവിധി പ്രോക്ത സംസ്ഥാഭയഭവാനിവ. ആരുടെ ജഡരത്തിൽ നിന്ന് ലോകങ്ങളുടെ ആകൃതി രൂപമായ താമരപ്പൂ ഉണ്ടായോ, ആ ഈശ്വരനും ഓരോരോ അവയവങ്ങളാൽ ഇത്രമാത്രം ഉള്ളവനെന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ജീവനും ഈശ്വരനും തമ്മിൽ എന്താണ് ഭേദം എന്ന് തിരിച്ചറിയാൻ കഴിയത്തക്ക വണ്ണം അരുളി ചെയ്യണം. അജസൃജതി ഭൂതാനി ഭൂതാത്മായതനുഗ്രഹാത് ദദൃശേയേന തദ്രൂപം നാഭിപത്മസമുത്ഭവ. ശ്രീനാരായണന്റെ നാഭികമലത്തിൽ നിന്നും ഉണ്ടായതും ഭൂതങ്ങളുടെ എല്ലാം ആത്മാവുമായ ബ്രഹ്മാവ് യാതൊരുവന്റെ അനുഗ്രഹത്താൽ ഈ ഭൂതങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നു, ഏതൊരുവന്റെ കരുണാകടാക്ഷത്താൽ അവന്റെ രൂപം ദർശിക്കുന്നു എന്ന് കാര്യങ്ങളും പറഞ്ഞു തരണം. സാധാരണ ജീവന്മാരിൽ നിന്ന് ആ ഭഗവാനുള്ള വ്യത്യാസം പറഞ്ഞു തരണം എന്ന് സാരം. സജാബീയത്ര പുരുഷോ വിശ്വസ്തിത്യുൽഭവാപ്യയ മുക്താത്മമായ മായേശ ശേദേ സർവഗുഹാശയ. ഈ വിശ്വത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ആരിലാണോ ഇരിക്കുന്നത്? മായയുടെ ഈശ്വരനും സകലരുടെയും ഹൃദയഗുഹയ്ക്കുള്ളിൽ വസിക്കുന്നവനുമായ ആ പുരുഷൻ മായയെ വെടിഞ്ഞിട്ട് എവിടെയാണ് ശയിക്കുന്നത് എന്ന് അങ്ങ് അരുളി ചെയ്യണം. പുരുഷാവയവീർലോക സബാല പൂർവകൽപിതാഹ ലോകേരമുഷ്യാവയവ സബാലേരിതി ശുശ്രുമ. ആ പുരുഷന്റെ അവയവങ്ങളാൽ ദിക്പാലന്മാരോടുകൂടിയ ഈ ലോകം മുമ്പിലത്തെ പോലെ കൽപ്പിതങ്ങളായെന്നും അതല്ല, ദിഗ്ബാലന്മാരോടുകൂടിയ ലോകത്താൽ ആ പുരുഷന്റെ അവയവങ്ങൾ കൽപ്പിതമായി എന്നും ഞങ്ങൾ കേൾക്കുന്നു.
ഇതിലെ സത്യം വെളിപ്പെടുത്തണം. യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാകാലോനുമീയതേ ഭൂതഭവ്യവച്ഛബ്ദ അയോർമാനം ജയൽ സദാ. മഹാപ്രളയമെന്നും അവാന്തരപ്രളയമെന്നും പറയപ്പെടുന്നവ തമ്മിലുള്ള കാലപരിണാമം എത്രയാണ്? ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ പറയപ്പെടുന്ന കാലത്തിൻ്റെ പരിണാമവും ആയുസ്സും എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത്? കാലസ്യാനുഗതിർയാതു ലക്ഷ്യതേണ്ണീ ബഹത്യപി യാവത്യാ കർമ്മഗതയോ യാതുശേർജസത്തമ. നിമേഷം മുതൽ സംവത്സരം വരെ ഏറ്റവും സൂക്ഷ്മവും മഹത്വമായ കാലത്തിൻ്റെ വ്യാപാരം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, കർമ്മഗതിയാൽ പ്രാപ്യമായ സ്ഥാനഭേദങ്ങൾ എത്രയുണ്ട്? അവ ഏതേത് വിധത്തിൽ ഇരിക്കുന്നു? യസ്മിൻ കർമ്മസമാവായോ യഥായേനോപഗൃഹ്യതേ ഗുണാനാം ഗുണിനാം ചൈവ പരിണാമമഭിപ്സതാം. തത്വാദി ഗുണങ്ങളുടെ പരിണാമത്തെ ആഗ്രഹിക്കുന്ന ഗുണികളായ മനുഷ്യർ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെ? അവ ആരിൽ സമർപ്പിക്കണം? ഏതു വിധത്തിൽ ആരാണ് ആഗ്രഹിക്കുന്നത് എന്നീ കാര്യങ്ങളും പറഞ്ഞു തരണം. ഭൂപാതാളക വ്യോമ ഗ്രഹ നക്ഷത്ര ഭൂഭൃതം സരൾ സമുദ്രദീപാനാം സംഭവശൈതദോഗസം. ഭൂമി, പാതാളം, ദിക്കുകൾ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, ജലാശയങ്ങൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ എന്നിവയുടെയും ഇവയിലെ പ്രാണികളുടെയും ഉത്ഭവം എങ്ങനെയാണ്? പ്രമാണമണ്ഡകോശസ്യ ബാഹ്യാഭ്യന്തരഭേദത മഹതാം ചാനുചരിതം വർണ്ണാശ്രമ വിനിശ്ചയ യുഗാനി യുഗമാനം ച ധർമ്മോ യശ്ച യുഗേ യുഗേ അവതാരാനുചരിതം യഥാശര്യതമം ഹരേഃ നൃണാം സാധാരണോ ധർമ്മ സവിശേഷശ്ച യാദൃശ ശ്രേണീനാം രാജശ്രീണാം ച ധർമ്മകൃത്യേഷു ജീവതാം. അണ്ഡകോശത്തിൻ്റെ അകത്തും പുറത്തുമുള്ള വ്യത്യാസം നിമിത്തമുള്ള അളവ്, മഹാപുരുഷന്മാരുടെ ചരിത്രം, വർണ്ണാശ്രമങ്ങളുടെ നിശ്ചയം, ഹരിയുടെ അത്യന്തം ആശ്ചര്യകരമായ അവതാര ചരിത്രം, യുഗങ്ങളുടെ കണക്ക്, ഓരോ യുഗത്തിലുമുള്ള ധർമ്മവിശേഷം, മനുഷ്യരുടെ സാധാരണ ധർമ്മങ്ങൾ, വിശേഷപ്പെട്ട ധർമ്മങ്ങൾ എന്നിവ ഏതു വിധത്തിലാണ്? ഓരോരോ വ്യാപാരത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന വിവിധ ജാതിക്കാരുടെ ധർമ്മങ്ങൾ, രാജർഷിമാരുടെ ധർമ്മങ്ങൾ, ആപൽഘട്ടത്തിൽ അകപ്പെട്ടവരുടെ ധർമ്മങ്ങൾ എന്നിവയും പറയണം. തത്വാനാം പരിസംഖ്യാനം ലക്ഷണം ഹേതുലക്ഷണം പുരുഷാരാധനാവിധിർ യോഗസ്യാധ്യാത്മികസ്യ ച. പ്രകൃതിതത്വങ്ങളുടെ കണക്ക്, അവയുടെ ലക്ഷണം, കാര്യകാരണ ലക്ഷണം, ഈശ്വരനെ പൂജിക്കാനുള്ള വിധി, പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ അറിയാനുള്ള യോഗവിധി. യോഗേശ്വരൈശ്വര്യഗതിർ ലിംഗഭംഗസ്തു യോഗിനാം വേദോപവേദധർമാണാം ഇതിഹാസപുരാണയോഹോ. യോഗേശ്വരന്മാർക്ക് ലഭിക്കുന്ന അണിമാതി സിദ്ധികളും അവരുടെ ഗതിയും, യോഗികളുടെ ലിംഗശരീരനാശം, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഇവയുടെ സ്വഭാവം. സംപ്ലവ സർവഭൂതാനാം വിക്രമ പ്രതിസംക്രമ ഇഷ്ടാപൂർത്തസ്യ കാമ്യാനാം ത്രിവർഗസ്യ ജയോ വിധിഃ. സകല ഭൂതങ്ങളുടെയും ഉൽപ്പത്തി, സ്ഥിതി, ലയം ഇവകളുടെ സമ്പ്രദായം, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഇഷ്ടം എന്ന കർമ്മത്തിൻ്റെയും പൂർത്തം എന്ന സ്മാർത്ഥ കർമ്മത്തിൻ്റെയും കാമ്യകർമ്മങ്ങളായ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ എന്നിവയും അനുഷ്ഠിക്കാനുള്ള വിധി നിർണയം. യശ്ചാനുശായിനാം സർഗാപാകണ്ഡസ്യ ച സംഭവ ആത്മനോ ബന്ധമോക്ഷൗ ച വ്യവസ്ഥാനം സ്വരൂപത യഥാത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്യാത്മമായയാ വിസൃജ്യവായതാമായാം ഹുതാസ്തേ സാക്ഷിവദ് വിഭുഃ സർവമേതച്ഛ ഭഗവൻ പൃച്ഛതേ മേനുപൂർവശ തത്വദോർഹസ്യുദാഹർത്തും പ്രപന്നായ മഹാമുനെ. ഉജ്ജമകർമ്മത്തിൻ്റെ അവശേഷിപ്പുമായി പരലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്ന ജീവന്മാരുടെ ഉൽപ്പത്തി, വേദവിരുദ്ധമായ പാകണ്ഡധർമ്മത്തിൻ്റെ ഉൽപ്പത്തി, ജീവന്റെ ബന്ധവും മോക്ഷവും, മുക്തി പ്രാപിക്കുമ്പോൾ സ്വരൂപത്തോടെയിരിക്കുന്ന നില, സ്വതന്ത്രനും പ്രഭുവുമായ ഈശ്വരൻ തൻ്റെ മായയെക്കൊണ്ട് ഏതു വിധത്തിൽ ക്രീഡിക്കുന്നു, പ്രളയത്തിൽ മായയെ ഉപേക്ഷിച്ചിട്ട് സാക്ഷി മാത്രമായിരിക്കുന്നത് എങ്ങനെ? ഈ മഹാമുനെ, അങ്ങേ ശരണം പ്രാപിച്ചുകൊണ്ട് ചോദിക്കുന്ന എന്നോട് ഇവയെല്ലാം ക്രമമായും പരമാർത്ഥമായും അരുളി ചെയ്യണം. അത്ര പ്രമാണം ഹി ഭവാൻ പരമേഷ്ടീയതാത്മഭൂഹു പരേജഹാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജീകൃതം. നിന്ദ്രയോടി ഇവയെല്ലാം പരമാത്മാവായ ശ്രീനാരായണമൂർത്തിയിൽ നിന്നുണ്ടായ ബ്രഹ്മാവെന്ന പോലെ നന്നായി അറിഞ്ഞിരിക്കുന്നു.
നിന്ദ്രവടിയെ കൂടാതെ ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവർ പുരാതന കാലത്ത് ഉണ്ടായിരുന്നവരുടെ പൂർവികന്മാർ ചെയ്തതിനെ ആശ്രയിച്ച് ചെയ്യുന്നവർ മാത്രമല്ലാതെ ഒന്നും ശരിയായിട്ട് അറിഞ്ഞവരല്ല. ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസനും വ്യാസൻ അങ്ങേക്കും ഉപദേശിച്ചിരിക്കുന്നതിനാൽ ശരിയായ ജ്ഞാനം കിട്ടിയവരാണ് എന്ന് സാരം. മേസവപരായന്തി ബ്രഹ്മൻ അനശനാദമേ പിബതോച്യുതപീയൂഷം അന്യത്ര കുപിതാദിജാത്. ഹേ ബ്രഹ്മഷേ, അങ്ങയുടെ മുഖമാകുന്ന ചന്ദ്രനിൽ നിന്നൊഴുകുന്ന ശ്രീഹരികീർത്തിയാകുന്ന അമൃതത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രാണങ്ങൾ ഭക്ഷണമില്ലാത്തതുകൊണ്ട് വ്യാകുലപ്പെടുന്നില്ല. സൂതൗവാച സ ഉപാമന്ത്രിതോ രാജ്ഞാ കഥയാമിതി സൽപദേഹേ ബ്രഹ്മരാധോ വൃഷം പ്രീതോ വിഷ്ണുരാധേന സംസതി. സൂതൻ പറഞ്ഞു, ഇപ്രകാരം സത്തുക്കളുടെ പാലകനായ ഭഗവാന്റെ കഥ പറയാൻ വിഷ്ണുരാധനായ പരീക്ഷിത്ത് മഹാരാജാവിനാൽ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മരാധനായ ആ ശുഗബ്രഹ്മർഷി അത്യന്തം സന്തുഷ്ടനായി. പ്രാഹഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ബ്രഹ്മണേ ഭഗവത് പ്രോക്തം ബ്രഹ്മകൽപ്പ ഉപാഗതേ. ബ്രഹ്മകൽപ്പത്തിൻ്റെ ആരംഭകാലത്ത് വേദതുല്യവും ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിനും ബ്രഹ്മാവ് നാരദനും നാരദർ വ്യാസനും വ്യാസർ ശ്രീ ശുഗനും ഉപദേശിച്ചതായ ഭാഗവത പുരാണത്തെ ശ്രീ പരീക്ഷിത് മഹാരാജാവിന് വേണ്ടി ശ്രീ ശുഗബ്രഹ്മർഷി സദസ്സിൽ വെച്ച് വിസ്തരിച്ചു പറഞ്ഞു. യദ്യത് പരീക്ഷിത് ഋഷഭാപാണ്ഡൂനാം അനുപൃച്ഛതി ആനുപൂർവേണ തത്സർവം ആഖ്യാതും ഉപചക്രമേ. പാണ്ഡുവംശത്തിൽ ജനിച്ചവരിൽ ഉത്കൃഷ്ടനായ പരീക്ഷിത് മഹാരാജാവ് ഏതേത് വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചുവോ അവയെല്ലാം ശ്രീ ശുഗമുനി ക്രമത്തിൽ പറയാൻ ആരംഭിച്ചു. ഇവിടെ ബ്രഹ്മരാധൻ പറയുമ്പോൾ ശുഗബ്രഹ്മർഷി, വിഷ്ണുരാധൻ പരീക്ഷിത് മഹാരാജാവ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയസ്കന്ധേ പ്രശ്നവിധിർനാമ അഷ്ടമോധ്യായഃ. 2-ാം സ്കന്ധം 8-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.